എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഈ ആഴ്ച നല്ലൊരു മഴയത്ത് ഒരു കട്ടൻ ചായൻ്റെ കൂടി കുറിക്കാൻ പറ്റിയ പഴയ ഒരു പൊട്ടിയപ്പം റെസിപ്പി ആയാലോ. പൊട്ടിയപ്പോ 6-ാം നമ്പറെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കോഴിക്കോടെല്ലാം 6-ാം നമ്പറെന്നാണ് പറയാമെന്ന് പറയുന്നേക്കാം. എന്തായാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, നമുക്ക് ഇതിനെ പൊട്ടിയപ്പം എന്ന് വിളിക്കാം. അപ്പോൾ പൊട്ടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കിണ്ണം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദേൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു ഹീപ്ഡ് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ച് നല്ലോണം ഈ നെയ്യ് മൈദേൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ തിരുമ്മി പിടിപ്പിക്കുക. നല്ലോണം പിടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും ഒരു 1/4 ടീസ്പൂൺ ജീരകം അതും ഇതേപോലെ തന്നെ പിന്നെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക. പക്ഷെ എനിക്ക് എള്ളങ്ങനെ കാണുന്നില്ല, കണ്ടില്ലേ? അപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ എള്ളാണ്. അപ്പോൾ അന്നേരം കണ്ടോ നല്ലോണം കറുപ്പ് കാണാനില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പതയല്ല, അതിന് കുറച്ചുകൂടി ഹാർഡായിട്ടുണ്ടാവണം. നല്ലോണം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 6-7 മിനിറ്റ് നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കാം. അതൊരു സ്മൂത്തായി വരും. കുറേ നേരം ഇങ്ങനെ കുത്തി എടുത്താൽ മാത്രമേ അതാവുള്ളൂ. ഒരു 7 മിനിറ്റെങ്കിലും ഇത് നിങ്ങൾ ചെയ്യണം. 10 മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. കണ്ടോ? ഇനി ഇത് നമുക്കൊരു 3 കഷ്ണമായിട്ട് പരത്താനുള്ള സൗകര്യത്തിനാണേ. 3 കഷ്ണം തന്നെ ആക്കണമെന്നില്ല, 4 വേണമെങ്കിൽ 4 ആക്കാം. അപ്പോൾ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. മാക്സിമം നിങ്ങൾ കട്ടി കുറച്ച് പരത്തിക്കോളി. പിന്നെയെന്ന് പറഞ്ഞാൽ എള്ളുള്ളത് കൊണ്ട് തന്നെ ഈ തീരെ കട്ടി കുറയുമ്പോൾ ഒരു ഓട്ട വരും. അപ്പോൾ അത് വരാത്ത വിധത്തിൽ കുറേശ്ശെ മാവ് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പരത്തിയെടുത്തു. കണ്ടില്ലേ? മാക്സിമം ഞാൻ പരത്തുന്നുണ്ട്. ഇനി ഇതൊരു ഏകദേശമായി. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തുള്ള ആ വളവെല്ലൊന്ന് മുറിച്ചിട്ട് ഏകദേശം ഒരു ചതുരത്തിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരിക ഈ മാവിനെ. അതിന് ശേഷം നമുക്കിതൊരു സ്കെയിൽ വെച്ച് മുറിക്കും പോലെ ബാക്കിയുള്ള മാവ് അവിടെ എടുത്ത് വെച്ചോ, പിന്നെ നമ്മൾ പരത്തുമല്ലോ അതിൻ്റെ കൂടി കൂട്ടാം. കണ്ടില്ലേ? അതുപോലെ ഏകദേശം ഒരുപോലത്തെ ഒരു കഷ്ണം വെച്ചിട്ട് അങ്ങ് മുറിക്കാം. മുറിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചരിച്ചിട്ടൊരു ഡയമണ്ട് ഷേപ്പിൽ എല്ലാം ഒന്ന് വെട്ടിയിട്ടെടുക്കാം. ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഞ്ചസാര പാവിലിട്ടിട്ടാണ്. മധുരം ഇല്ലാണ്ട് എരിവുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂട്ടി കുഴച്ചിട്ട് എരിവുള്ളതും ഉണ്ടാക്കാം. ഇനി അതല്ല, ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ? എല്ലാം ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മേലെയെല്ലാം മൈദപ്പൊടി ഇട്ട് കൊടുത്തേക്കുക. എന്നാൽ തമ്മാമൽ ഒട്ടിപ്പിടിക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ മറ്റേതും കൂടി പരത്തി വരുമ്പോൾ ഇതെല്ലാം തമ്മാമൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട? ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒരു ഉരുളയും കൂടി എടുത്തിട്ട് ഇതേപോലെ പരത്തിയിട്ട് എടുക്കാം. വേണ്ട, എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ അടുപ്പത്ത് വെച്ച് പൊരിച്ചിട്ടെടുക്കാം. എണ്ണ ചൂടാകുന്നുണ്ട്. എണ്ണയിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മാക്സിമം ഇട്ടോളി. എണ്ണ ഞാൻ എപ്പോഴും പറയുന്നില്ലേ, കുറച്ചേ വേണ്ടൂ. കുറച്ച് ഒഴിച്ചാൽ കുറച്ച് ഇട്ടിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണ അങ്ങ് മറിച്ച് കളയാം, പിന്നെ ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ തിന്നേ. എടുത്ത് കോരി മാറ്റി എടുത്ത് വെക്കാം. അരിപ്പയിലിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് ശേഷം ഞാനിന്നിപ്പോൾ പാവ് കാച്ചാനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്ത്. 2 കപ്പ് മൈദ മാവിന് 1/4 കപ്പ് പഞ്ചസാര കറക്റ്റാണ്. ഇത് നല്ലോണം ഒന്ന് ഉരുകി വരട്ടെ. ഉരുകി പാവായി വരണം. ഇതിപ്പോൾ ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ. ഇതിപ്പോൾ ഒരു ഗുലാബ് ജാമുൻ്റെ പത. ഇതല്ല, ഒന്നും കൂടി നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. കണ്ടോ? ഇതാണ് ഒരു ഒറ്റ കമ്പിപ്പദം. ഇതാണ് വേണ്ടത്.
ഈ ഒരു സമയത്ത് നമുക്കിനി സ്റ്റൗ സിമ്മിലാക്കി വെച്ചിട്ട് പൊട്ടിയപ്പം അതിലങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പണി കഴിഞ്ഞു. മിക്സ് ചെയ്യുമ്പോൾ സിമ്മിൽ തന്നെ വെക്കണേ. എന്നിട്ട് ഏകദേശം ആയി എന്ന് കാണുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തോളാം. കാരണം പിന്നെ സ്റ്റൗ കത്തിയാൽ പിന്നെ കരിഞ്ഞു പോകും പഞ്ചസാര. അപ്പോൾ അതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെക്കാം. കണ്ടോ, എന്താ നല്ല അടിപൊളിയായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.